കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയത്തിനടുക്കൽ വന്നിരുന്ന യൂദയായിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവരിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ വന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചന സംഘം വിളിച്ചുകൂടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവരിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു, നിങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയും അന്നു മുതൽ അവനെ വിധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചിട്ടില്ല. അവന് പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ ഈ ഓരോ വായനയും നമ്മൾ അത്രമേൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ നോമ്പിൻ്റെ നാളുകൾ അതിൻ്റെ പരസമാപ്തിയിലേക്ക് എത്തുന്നു. ഓരോ ദിനവും എത്രത്തോളം തമ്പുരാനുള്ള സ്നേഹത്തിൽ നോമ്പ് നോക്കുകയും അല്ലെങ്കിൽ ഓരോ ഭക്താനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഈശോയുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്തു വയ്ക്കുക. പക്ഷേ ഈ രണ്ട് വായനയും നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് ചിതറിക്കിടക്കുന്ന ഒരു ജനത്തെ പറ്റി പറയാനാണ്. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് കടന്നവൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പലപ്പോഴും അവർ വിളിക്കാൻ യോഗ്യരാക്കപ്പെടുകയും ആ ഒരു രീതിയിലേക്ക് പലപ്പോഴും അവർ ജീവിക്കേണ്ടതായിട്ട് വരുമ്പോഴും പലപ്പോഴും അവർ മാറ്റി നിന്ന് പോകുന്ന നിമിഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ വായനയിൽ എസേക്കിയേൽ പ്രവാചകൻ്റെ ഒരു പുസ്തകം പരിശോധിക്കുമ്പോൾ അവർ കാലഘട്ടം എന്ന രീതിയിൽ പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു ജനം വിഗ്രഹാരാധന കൊണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പല അനീതികളിലും പെട്ടുകൊണ്ട് അവർ സ്വയമേ ഭിന്നിക്കപ്പെടുകയും അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട അവരോരോരുത്തരും ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദൈവം പലപ്പോഴുമായിട്ട് ആഗ്രഹിക്കുന്നത് അവരോരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി കടന്നു വന്ന ഒരു ഇടയനാണെന്നുള്ള ബോധ്യം അവരോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ വ്യത്യസ്തമാർന്ന ഈ ഒരു ജീവിതശൈലിയിൽ എത്രത്തോളം ആ ഒരു ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പറ്റുന്നു എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ വായനയിൽ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളത് വായിച്ച് കേൾക്കാം. പക്ഷേ ആ ഒരു ഭാഗം വായിക്കുമ്പോഴും ഇത്രയേറെ അത്ഭുതങ്ങൾ കണ്ട വ്യക്തികൾ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. ഉള്ളവരെ, ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ബോധ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അവർ പലപ്പോഴും ക്രിസ്തുവിനെ അവർ ജീവിതം കൊണ്ട് അംഗീകരിക്കാൻ പലപ്പോഴും പറ്റിയിരുന്നില്ല. ഒരു പക്ഷേ യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ 7 അടയാളങ്ങൾ അല്ലെങ്കിൽ 7 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ താൻ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള രക്ഷകനായ ക്രിസ്തുവാണെന്ന് പലപ്പോഴും ജീവിതം കൊണ്ട് പറയുമ്പോഴും പലപ്പോഴും അവർ വിശ്വസിച്ചിരുന്നത് ഈ അത്ഭുതങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തോട്ട് അവർ രക്ഷിക്കാൻ വന്നതാണ് എന്നുള്ള കാര്യം പലപ്പോഴും ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റാതെ പോയതാണ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരായ്മ. ഉള്ളവരെ, തിരിച്ചറിയേണ്ട ഈ ലോകത്തിലും എൻ്റെ ആത്മീയ ജീവിതത്തിലും ഞാൻ പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തെ എത്രത്തോളം എൻ്റെ ഗുരുവും നാഥനുമായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നു. കാരണം
ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ ഒരു മിശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭിന്നതകളിലും അനീതിയിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേതാവ് കടന്നു വരുമെന്നും അത് പലപ്പോഴും ശാരീരികമായിട്ടും അല്ലെങ്കിൽ അതിലുപരി അസാധാരണമായിട്ട് പലപ്പോഴും അവരെല്ലാവരും അതിൽ നിന്ന് വിടുവിപ്പിക്കുന്ന ഒരാൾ കടന്നു വരുമെന്നുള്ള ബോധ്യത്തിൽ പലപ്പോഴും അവരായിരുന്നപ്പോൾ അതിനെതിരായിട്ട് തമ്പുരാൻ കടന്നു വരികയും സ്നേഹം കൊണ്ട് അവരോരോരുത്തരെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ലോകം എന്നേക്ക് വെച്ച് കണ്ടിട്ടുള്ള വ്യത്യസ്തനായിട്ടുള്ള ഒരു നേതാവും ഗുരുവുമായിട്ട് ഈശോ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഈ രക്ഷകനാണ്. സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. ഈ ഒരു ഭാഗം അത്രമേൽ ഭംഗിയോടെ വായിക്കുമ്പോൾ ആ ഒരു ഉയർപ്പിന് ശേഷവും അവർ ജീവിതത്തിൽ അവരോരോരുത്തരും ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ഭിന്നിപ്പോടുകൂടി ആദ്യമേ കടന്നു വരുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഈ സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള പ്രധാന പുരോഹിതന്മാരാണ്. ഏകദേശം ജെറുസലേമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 82% വ്യക്തികൾ ദേവാലയം അല്ലെങ്കിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ പ്രവൃത്തികളുമായിട്ട് പലപ്പോഴും ജീവിച്ചു പോവുകയാണ് പതിവ്. പക്ഷേ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷിക്കാൻ ഒരു രക്ഷകന് കടന്നു വന്നു എന്ന ബോധ്യത്തിനപ്പുറത്തോട്ട് തങ്ങളുടെ ജീവിത മാതൃകകളും അല്ലെങ്കിൽ തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുമെന്നുള്ള കാര്യം പലപ്പോഴും അവരോരോരുത്തരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും ഈ ഒരു കാര്യങ്ങളിലൂടെ ഒരു പ്രവാചകന് കടന്നു വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം അവരെ വിടുവിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവരോരോരുത്തരും എണ്ണി പറയണമെന്നുള്ള കാര്യം കടന്നു വരുമ്പോൾ അവരോരോരുത്തരും അസ്വസ്ഥപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു അസ്വസ്ഥതയിൽ നമുക്കറിയാം ഈശോയെ വധിക്കാൻ പോലും അവരുടെ ജീവിതത്തിൽ അവർ തീരുമാനമെടുക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ജീവിതശൈലികളിലും ജീവിത പ്രവൃത്തികളിലും പലപ്പോഴും നമ്മളും എത്തി നിൽക്കുന്ന ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പലപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഒറ്റുകൊടുത്തു പോകുന്നുണ്ട്. ആ ഒരു കാര്യം വായിക്കുമ്പോൾ ആ ഒരു അത്ഭുതങ്ങൾ കണ്ട അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഭാഗത്തിന് തൊട്ട് മുൻപ് ഓരോ ആൾക്കാരെയും രോഗശൈലിയിൽ നിന്ന് വേദനയിൽ നിന്നൊക്കെ മാറ്റുമ്പോഴും അവരോരോരുത്തരെയും അവരുടെ ജീവിതത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുമ്പോഴും ഏറ്റവും അവസാനത്തെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടില്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം അവരോരോരുത്തരോടും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ജീവിതത്തിൽ അത്രമേൽ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വിശ്വസിക്കുന്ന ജനഗണത്തിൽ നിന്ന് കുറച്ചു പേരാണ് ഫരിസേയരോടും പ്രധാന പുരോഹിതന്മാരോടും പോയി ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് എത്രത്തോളം വിശ്വസ്തമായ ഒരു ക്രിസ്തീയ ശൈലി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും ഒറ്റുകൊടുക്കുന്ന ഒരു ജീവിത ശൈലിയാണോ അതോ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണോ നമ്മൾ ഓരോരുത്തരും കൊണ്ടുപോകുന്നത്? 3 കാര്യങ്ങൾ. ആദ്യത്തെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വസ്തരായ വിശ്വാസികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഈ അത്ഭുതങ്ങളും അടയാളം കാണുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. പക്ഷേ വചനം സാക്ഷ്യപ്പെടുന്നത് പോലെ അവരിൽ അവരോരോരുത്തരും വിശ്വസിച്ചു. പക്ഷേ ഈ വിശ്വസിച്ച ഗണത്തിൽ പോലും അല്പവിശ്വാസികളായിട്ട് പല ആൾക്കാരും മാറുന്നുണ്ട്. അവരുടെ മാനുഷിക തലത്തിൽ പലപ്പോഴും പല ആവർത്തി അവർ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ക്രിസ്തുവിനെ പലപ്പോഴും അവർ രക്ഷകനായിട്ട് തിരിച്ചറിയാൻ അവർക്ക് പറ്റാതെ പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മാനുഷികമായിട്ടുള്ള ലാഭേച്ഛകൾക്ക് വേണ്ടി പലപ്പോഴും പ്രവർത്തിക്കുന്നൊരു ഗണമായിട്ട് നാം ഓരോരുത്തരും മാറുന്നുണ്ട്. സ്നേഹമുള്ളവർ തിരിച്ചറിയേണ്ടത് ഒരു ജീവിതത്തിൽ എപ്പോഴും പോകുമ്പോൾ ദൈവസ്നേഹത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? അതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ പോലും എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു ലാഭത്തിൻ്റെതായുള്ള പ്രതീതിയിൽ ജീവിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? മൂന്നാമത്തെ കാര്യം, ഈ ഒരു ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്രയും ദിവസം ക്രൂശിതനായ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഞാൻ യോഗ്യനായിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടി ഞാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ പോലും എൻ്റെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അനുരഞ്ജനത്തിലൂടെ ദൈവത്തിന് മുമ്പിൽ ആ ഒരു ബോധ്യത്തിലൂടെ എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അല്പവിശ്വാസികളെ പോലെ ആയിത്തീരാതെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായുള്ള പ്രതിരൂപങ്ങൾക്ക് പലപ്പോഴും മാറ്റി നിന്നുകൊണ്ടായിരിക്കുന്ന വ്യക്തികളെ പോലെ ആകാതെ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന വ്യക്തികളായിട്ട് വിശ്വാസി സമൂഹമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.